തെരഞ്ഞെടുപ്പിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണല്ലോ ഞാൻ ഈ ആഴ്ച നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരുന്നത്. നാം വ്യക്തിപരമായിട്ട് എടുക്കുന്ന ഓരോ ചെറിയ തീരുമാനങ്ങളും എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തെ മൊത്തമായിട്ട് ബാധിക്കുന്നതെന്ന്. നാം എന്തായിരിക്കണം തിരഞ്ഞെടുക്കുന്നത് എന്ന് പഠിക്കേണ്ടതിനു വേണ്ടി തെരഞ്ഞെടുപ്പ് എന്നുള്ള പദത്തിൻ്റെ അക്ഷരങ്ങളാണല്ലോ നാം ചിന്തിച്ചുകൊണ്ടിരുന്നത്. നാം ഒന്നാമത് ചിന്തിച്ചത് യേശു അതായിരിക്കണം നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ്. ഇന്നലെ നമ്മൾ താഴ്മയെക്കുറിച്ച് സംസാരിച്ചു. എപ്പോഴും താഴ്മയുടെ വഴി തിരഞ്ഞെടുക്കുക. ഇന്ന് തിരഞ്ഞെടുപ്പ് എന്ന ആ പദത്തിൻ്റെ മൂന്നാമത്തെ അക്ഷരമാണ് നാം ചിന്തിക്കുന്നത്. ഓ, അത് അനുസരണത്തെയാണ് കാണിക്കുന്നത്. എന്തുകൊണ്ടാണ് അനുസരണം ഇത്ര പ്രധാനപ്പെട്ടതാകുന്നത്? ഇത് നമുക്ക് തിരിച്ചറിയണമെങ്കിൽ ദൈവം എങ്ങനെയാണ് മറ്റ് സൃഷ്ടികളിൽ നിന്നും വ്യത്യസ്തനായി മനുഷ്യനെ സൃഷ്ടിച്ചതെന്ന് നാം അറിയണം. ദൈവം നമ്മെ സൃഷ്ടിച്ചത് ഒരു സ്വതന്ത്ര ഇച്ഛാശക്തിയോടെയാണ്. നിങ്ങൾ ഈ കാര്യം മുമ്പ് കേട്ടിട്ടുണ്ടാകും. നിങ്ങൾ കേട്ടിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, ഞാൻ പെട്ടെന്ന് അത് നിങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കാം. അതിനർത്ഥം ഇത്രയേ ഉള്ളൂ, നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ കഴിയും. നമ്മൾ തിരഞ്ഞെടുപ്പിനെ കുറിച്ചാണല്ലോ പറയുന്നത്. ഉദാഹരണത്തിന്, ദൈവം തന്നെയാണല്ലോ ഭൂമിയെ സൃഷ്ടിച്ചത്. ഈ ഭൂമിക്ക് തിരഞ്ഞെടുക്കുവാനുള്ള അധികാരമില്ല. അതുപോലെ ഈ ഭൂമിക്ക് അനുസരണക്കേടും കാണിക്കാൻ കഴിയില്ല. സത്യത്തിൽ ദൈവം ഭൂമിയെ സൃഷ്ടിച്ചത് മുതൽ ഈ ഭൂമി ദൈവത്തോട് അനുസരണം കാണിച്ചുകൊണ്ട് 364 വർഷം കൊണ്ട് സൂര്യനെ ഒരു പ്രാവശ്യം ചുറ്റി വരുന്നു. പിന്നെയും അങ്ങനെ തന്നെ ചെയ്യുന്നു. ഒരിക്കൽ പോലും ദൈവത്തോട് അനുസരണക്കേട് കാണിച്ചിട്ടില്ല. ദൈവത്തിന് മനുഷ്യരായ നമ്മയും അതുപോലെ സൃഷ്ടിക്കാൻ കഴിയുമായിരുന്നു. അവനെ എപ്പോഴും അനുസരിക്കാനായിട്ട് പ്രോഗ്രാം ചെയ്യാൻ കഴിയുമായിരുന്നു. ഈ ഭൂമി ഒരിക്കലും തെറ്റ് ചെയ്യാത്തതുപോലെ. അങ്ങനെയെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? നമുക്കൊരിക്കലും അവനെ സ്നേഹിക്കാൻ കഴിയുമായിരുന്നില്ല. ഈ ഭൂമിക്കൊരിക്കലും ദൈവത്തെ സ്നേഹിക്കാൻ കഴിയില്ല. എന്നാൽ നമുക്ക് കഴിയും. ഭൂമിക്ക് അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് എടുക്കാൻ കഴിയില്ല. നമുക്ക് കഴിയും. എന്നെയും നിങ്ങളെയും പോലെ ദൈവം അനുസരണക്കേടുള്ള കുഞ്ഞുങ്ങളെ തിരഞ്ഞെടുത്തു. അനുസരണമുള്ള റോബോട്ടുകളെയല്ല, ഭൂമിയെപ്പോലെ അല്ലെങ്കിൽ പർവ്വതങ്ങളും സമുദ്രവും അതുപോലെയുള്ള പല കാര്യങ്ങളും നമുക്ക് ദൈവത്തിൻ്റെ സൃഷ്ടിയിൽ കാണാം. ഞാനൊരു പിതാവാണ്. എൻ്റെ വീട്ടിൽ കുട്ടികളുണ്ട്. അതുപോലെ എൻ്റെ വീട്ടിൽ കമ്പ്യൂട്ടറുമുണ്ട്. എൻ്റെ കമ്പ്യൂട്ടർ ഒരിക്കലും അനുസരണക്കേട് കാണിക്കത്തില്ല. ചിലപ്പം ചില കാര്യങ്ങളൊക്കെ തെറ്റുപറ്റാറുണ്ട്. എന്നാൽ ഞാൻ ശരിയായി അതിനെ പ്രോഗ്രാം ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും അനുസരണക്കേട് കാണിക്കില്ല. എന്നാൽ എൻ്റെ കുഞ്ഞുങ്ങൾ, അവർ ചില സമയത്ത് എന്നോട് അനുസരണക്കേട് കാണിക്കും. എന്നാൽ എൻ്റെ വീട്ടിലെ ഏറ്റവും വിലയേറിയത് എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? നിശ്ചയമായിട്ടും എൻ്റെ കുഞ്ഞുങ്ങളാണ്. എല്ലാ കുഞ്ഞുങ്ങളും ചെയ്യുന്നത് പോലെ എൻ്റെ കുഞ്ഞുങ്ങളും ചിലപ്പോൾ എന്നെ അനുസരണക്കേട് കാണിച്ചാലും ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ അധികം ഇഷ്ടപ്പെടുന്നു. കാരണം അവർക്ക് എന്നെ സ്നേഹിക്കാനുള്ള കഴിവുണ്ട്. ഞാൻ എത്ര നന്നായിട്ട് സംസാരിച്ചാലും എൻ്റെ കമ്പ്യൂട്ടറിന് എന്നെ സ്നേഹിക്കാൻ കഴിയില്ല. എൻ്റെ കുഞ്ഞുങ്ങൾ എന്നോട് അനുസരണക്കേട് കാണിച്ചാലും പിന്നീട് അവരെന്നെ സ്നേഹിക്കും. ദൈവത്തോട് നമുക്ക് കാണിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ സ്നേഹം ഇതാണ്: നാം അവനെ അനുസരിക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 14 അധ്യായം 15 വാക്യത്തിൽ യേശു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. അവൻ പറയുന്നത് ഇതാണ്: നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ എന്നെ അനുസരിക്കും. അതിൻ്റെ ഒരു ചിത്രം ഞാൻ നിങ്ങളെ കാണിക്കാം. നിങ്ങൾ പറയൂ, നിങ്ങളുടെ പ്രായത്തിലുള്ള ഒരു ആൺകുട്ടിയോ പെൺകുട്ടിയോ ഒരു എയ്റോപ്ലെയിൻ പറപ്പിക്കാനായിട്ട് കഴിയുമോ? നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു? ഒരു പക്ഷെങ്കിൽ അവർ വളരെ സ്മാർട്ടാണെങ്കിൽ. എന്നാൽ ആ പെൺകുട്ടിയോ ആൺകുട്ടിയോ അന്ധനാണെങ്കിൽ പൂർണ്ണമായിട്ടും അന്ധനാണ്. ഞാൻ നിശ്ചയമായിട്ടും പറയും അത് അസാധ്യമാണ്. എന്നാൽ ഈ പെൺകുട്ടിയുടെയോ ആൺകുട്ടിയുടെയോ തൊട്ടടുത്ത് അവൻ്റെ പിതാവ് ആ ഫ്ലൈറ്റ് ഓടിക്കാനായിട്ട് ഇരുന്നാൽ, അവൻ പ്രാവീണ്യമുള്ള ഒരു പൈലറ്റാണ്. അവൻ ഇതേ വിമാനം പല പ്രാവശ്യം ലാൻഡ് ചെയ്തിട്ടുണ്ട്, അതേ എയർപോർട്ടിൽ അനേക പ്രാവശ്യം. അവൻ തൻ്റെ അടുക്കലിരിക്കുന്ന തൻ്റെ കുട്ടിക്ക് ഈ വിമാനം ഓടിക്കുന്നതിന് വിശദമായ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നു. ആ കുഞ്ഞിൻ്റെ കൈ പിടിച്ച് അവിടെയുള്ള വിവിധ ഇൻസ്ട്രുമെൻറ്റുകളിൽ അത് എങ്ങനെ ചലിപ്പിക്കുമെന്ന് പഠിപ്പിക്കുന്നു. ആ അന്ധയായിട്ടുള്ള ആൺകുട്ടിയോ പെൺകുട്ടിയോ അവർ സത്യത്തിലൊന്നും കാണുന്നില്ല, എങ്കിലും ആ വിമാനം മനോഹരമായിട്ട് ലാൻഡ് ചെയ്യാൻ അവർ കഴിയും. അവർ ആ അപ്പൻ്റെ നിർദ്ദേശങ്ങളെ ശരിയായിട്ട് അനുസരിക്കുന്നുണ്ടെങ്കിൽ. പ്രിയ കൂട്ടുകാരെ, നമ്മുടെ ജീവിതവും ഏതാണ്ട് ഇതുപോലാണ്. നമ്മളീ മിക്ക പേർക്കും നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയുന്നവരാണ്. എന്നാൽ അത് ഭാവിയെ സംബന്ധിച്ചാവുമ്പോഴോ? ഇന്നത്തെ ദിവസത്തിൻ്റെ തന്നെ ബാക്കി ഭാഗത്തെക്കുറിച്ച്, അടുത്ത മാസത്തെക്കുറിച്ച്, അല്ലെങ്കിൽ അടുത്ത വർഷം, 10 വർഷം കഴിഞ്ഞുള്ള കാര്യം, നമ്മളെല്ലാവരും ഈ കാര്യത്തിൽ അന്ധരാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ പല യാത്രകളും അന്ധനായ ഒരാൾ ഒരു എയ്റോപ്ലെയിൻ ഓടിക്കുന്ന പോലാണ്. ഒരു കൊടുങ്കാറ്റിൽ
അവിടെയാണ് ദൈവം പറയുന്നത്, ഞാൻ നിന്റെ തൊട്ടടുത്ത് തന്നെ ഇരിപ്പുണ്ട്. ഞാൻ പറയുന്നത് നീ അനുസരിച്ചാൽ മതി. നീ അനുസരണക്കേട് കാണിച്ചോ, നിന്റെ ജീവിതം നഷ്ടപ്പെടുത്തിയോ, നീ എൻ്റെ അടുക്കലേക്ക് മടങ്ങി വരിക. അത് വളരെ താമസിച്ച് പോകുന്നതിന് മുമ്പ് നീ എന്നെ പിന്നെയും കേൾക്കുക. ഞാൻ ഈ എയറോപ്ലെയിനെ അതിൻ്റെ ശരിയായ പാതയിലേക്ക് കൊണ്ടുവന്ന് അത് ശരിയായ ദിശയിൽ ലാൻഡ് ചെയ്യേണ്ട ഇടത്ത് തന്നെ ലാൻഡ് ചെയ്യിപ്പിക്കാം. യേശു ഈ കാര്യത്തിലും നമ്മളോട് വെറുതെ അനുസരിക്കാനല്ല പറയുന്നു, അവനത് കാണിച്ചു തന്നു. എബ്രായ ലേഖനം 5 വേദപുസ്തകം ഇങ്ങനെ പറയുന്നു, 8 വാക്യം, അവൻ പുത്രനായിരുന്നു എങ്കിലും ദൈവത്തിൻ്റെ പുത്രൻ. താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അവൻ അനുസരണം പഠിച്ച് തികഞ്ഞവനായി. യേശു ഭൂമിയിലേക്ക് വരുന്നതിന് മുമ്പ് അവൻ സ്വർഗത്തിലായിരുന്നപ്പം അവൻ ആരെയും അനുസരിക്കേണ്ടിയിരുന്നില്ല. അവൻ ദൈവമാണ്, അവൻ ഇപ്പോഴും ദൈവമാണ്. എന്നാൽ എങ്ങനെ അനുസരിക്കണമെന്ന് അവൻ നമ്മെ കാണിക്കാൻ ആഗ്രഹിച്ചു. അതുകൊണ്ട് അവൻ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. ഒരു അന്ധൻ എന്നതുപോലെ ഒരു കെട്ട് തൻ്റെ കണ്ണിന് ചുറ്റും കെട്ടി. അവന് കാഴ്ചയുണ്ടായിട്ടും അവനവൻ്റെ കണ്ണ് കെട്ടി. ആ വിമാനത്തിലിരുന്നു കൊണ്ട് പറയുന്നു, അന്ധനായ നിനക്ക് എങ്ങനെ ഈ വിമാനം ഓടിക്കാൻ കഴിയും? എൻ്റെ പിതാവിനെ ഞാൻ അനുസരിക്കുന്ന പോലെ. അവൻ ഈ ഭൂമിയിലുണ്ടായിരുന്ന എല്ലാ ദിവസവും അവൻ അവൻ്റെ പിതാവിൻ്റെ ശബ്ദം കേട്ടുകൊണ്ടിരുന്നു. അവൻ പിതാവിനെ അനുസരിച്ചു. അവൻ തൻ്റെ വിമാനം സുരക്ഷിതമായി ലാൻഡ് ചെയ്തു. അവൻ ആ ക്രൂശിൽ മരിച്ചപ്പോൾ അവൻ ഇങ്ങനെ പറഞ്ഞു, സകലതും നിവൃത്തിയായി. അതിതുപോലാണ് ഞാൻ ലാൻഡ് ചെയ്തു. അവനിപ്പം സ്വർഗത്തിലിരിക്കുകയാണ്. അവനിപ്പം പരിശുദ്ധാത്മാവിലൂടെ നിങ്ങളുടെ അടുത്തിരിക്കുകയാണ്. നമ്മളോട് പറയുന്നു, എൻ്റെ കുഞ്ഞെ വാ, ഞാൻ മുമ്പ് ഇത് ചെയ്തിട്ടുണ്ട്, ഞാൻ നിന്നെയും വീട്ടിലെത്തിക്കാം, എന്നെ അനുസരിക്കുക മാത്രം ചെയ്യുക. നിങ്ങളൊരു കുഞ്ഞായിരിക്കുമ്പോഴാണ് അനുസരണം തുടങ്ങുന്നത്. എഫേസ്യ ലേഖനം 6:1, 2, 3 വാക്യങ്ങളിൽ വേദപുസ്തകം ഇങ്ങനെ പറയുന്നു, നിങ്ങളിരിക്കുന്ന ആ സ്കൂളിൽ, നിങ്ങളിരിക്കുന്ന ആ ചെയറിൽ നിന്ന് ഞാൻ പഠിച്ചത്, മക്കളെ നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിപ്പിൻ, അത് ന്യായമല്ലോ. അതുകൊണ്ടാണ് യേശു ഒരു കുഞ്ഞായിട്ട് വന്നത്. അവൻ 30 വയസ്സുള്ള ഒരാളായിട്ടല്ല ഈ ഭൂമിയിലേക്ക് വന്നത്. അവൻ ഒരു കൊച്ചു കുഞ്ഞായിട്ടാണ് വന്നത്. അവൻ വളർന്നു വന്നു. 5 വയസ്സായി, 8 വയസ്സായി, 10 വയസ്സായി, 16 വയസ്സായി, 18 വയസ്സായി. നിങ്ങളുടെ പ്രായത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന എല്ലാ പരീക്ഷകളെയും നേരിട്ടുകൊണ്ട് അവൻ്റെ വീട്ടിൽ അവൻ അവൻ്റെ മാതാപിതാക്കളെ അനുസരിക്കുമായിരുന്നു. അതുപോലെ നസറത്തിലെ സ്കൂളിലും അവനത് ഇഷ്ടമല്ലാഞ്ഞപ്പോഴും. അതുകൊണ്ട് കുഞ്ഞുങ്ങളെ, നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളെയും നിങ്ങളുടെ ഗുരുക്കന്മാരെയും അനുസരിക്കുക. എഫേസ്യ ലേഖനം 6:2, നിനക്ക് നന്മയുണ്ടാകാനും ഭൂമിയിൽ ദീർഘായുസ്സോടെ ഇരിക്കാനും നിങ്ങൾ അനുസരിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് നന്മയുണ്ടാവും. ദൈവത്തിൻ്റെ മറ്റ് സൃഷ്ടികൾക്ക് ഇല്ലാത്ത ഒരു കാര്യം ദൈവം നമുക്ക് നൽകി തന്നു. അത് മനസാക്ഷിയാണ്. ഇതൊരു വലിയ വാക്കാണ്, നിങ്ങൾ ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാവും. ഇത് പ്രധാനമായിട്ടും ദൈവത്തിന് നമ്മളോട് സംസാരിക്കാനുള്ള ഒരു മാർഗമാണ്. അത് നിങ്ങളുടെ ഹൃദയത്തിനുള്ളിൽ ഒരു റേഡിയോ വെച്ചിരിക്കുന്ന പോലാണ്. അത് ദൈവത്തോട് ബന്ധിപ്പിച്ചിരിക്കുന്നു. അതിൽ കൂടെ ദൈവത്തിന് നിങ്ങളുടെ ഹൃദയത്തോട് സംസാരിക്കാം. അല്ലെങ്കിൽ ഒരു ടെലിഫോൺ പോലെ. ഇന്നത്തെ കാലത്ത് റേഡിയോ ഇല്ലല്ലോ. ദൈവത്തിന് അതിൽ കൂടെ നമ്മളോട് സംസാരിക്കാൻ കഴിയും. നിങ്ങൾ അനുസരിക്കാതിരുന്നാൽ നിങ്ങളുടെ മനസാക്ഷിയിൽ ഒരു കുത്തുണ്ടാകും. അവിടെ പറയുന്ന ഇതാണ്, നീ ദൈവത്തെ അനുസരിക്കണമായിരുന്നു. ആ കുത്തിനെ തിരസ്കരിക്കരുത്. അങ്ങനെ നിങ്ങൾ ചെയ്താൽ നിങ്ങൾ മുതിർന്നു വരുമ്പം നിങ്ങളുടെ മനസാക്ഷിയുടെ ആ ശബ്ദം കുറഞ്ഞ് കുറഞ്ഞ് കുറഞ്ഞു വന്നുകൊണ്ടിരിക്കും. അങ്ങനെ അത് പൂർണ്ണമായിട്ടും മരിക്കാം. അങ്ങനെ നിങ്ങളുടെ ജീവിതം നഷ്ടപ്പെടും. അതുകൊണ്ട് നിങ്ങളുടെ മനസാക്ഷിയുടെ ആ ശബ്ദത്തിന് ചെവി കൊടുക്കുക. എല്ലാ മനുഷ്യനും അതുണ്ട്. ദൈവം അതുപോലെ തൻ്റെ വചനമാകുന്ന ബൈബിൾ നമുക്ക് തന്നിട്ടുണ്ട്. അതിലൂടെ അവൻ നമ്മളോട് സംസാരിക്കുന്നു. ഞാൻ ആദ്യ ദിവസം പറഞ്ഞതുപോലെ, നിങ്ങൾ കർത്താവിനെ സ്വീകരിക്കുമ്പോൾ ഈ പുസ്തകം ജീവനുള്ളതായിത്തീരും. പ്രിയ കൂട്ടുകാരെ, ഈ പുസ്തകം മാത്രമേ ഉള്ളൂ ജീവനുള്ളതായിത്തീരുന്നത്. വേദപുസ്തകം അത് പറയുന്നു. അതെൻ്റെ ജീവിതത്തിൽ ഞാൻ തെളിയിച്ചിട്ടുണ്ട്. യേശുവിൻ്റെ ജീവിതത്തിൽ അവനത് തെളിയിച്ചിട്ടുണ്ട്. അനേക ദൈവമക്കളുടെ ജീവിതത്തിലും അവരത് തെളിയിച്ചിട്ടുണ്ട്. നിങ്ങൾക്കും അത് ചെയ്യാൻ കഴിയും. അതുകൊണ്ട് ഇത് എല്ലാ ദിവസവും പഠിക്കുക. ഒരു പക്ഷെങ്കിൽ കുറച്ചായിരിക്കാം. നിങ്ങൾ ദൈവത്തെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഇതിൽ കൂടെ അവന് സംസാരിക്കാൻ കഴിയും. അവസാനമായിട്ട് ഞാൻ എൻ്റെ ഒരു സാക്ഷ്യം നിങ്ങളോട് പറയാം. എല്ലാ ദിവസവും യഥാർത്ഥമായിട്ട് ദൈവം നിങ്ങളോട് സംസാരിക്കാനായിട്ട് അവനോട് ചോദിക്കുക. ഇങ്ങനെ ഒരു ദിവസവും എൻ്റെ ജീവിതത്തിൽ കടന്നു പോകാറില്ല. ഞാൻ കട്ടിലിൽ കിടന്ന ശേഷം എഴുന്നേൽക്കുന്നതിന് മുമ്പ്, എൻ്റെ കണ്ണ് പൂർണ്ണമായിട്ടും തുറക്കുന്നതിന് മുമ്പ് ഞാൻ പ്രാർത്ഥിക്കും, ദൈവമേ ഇന്നെന്നെ സഹായിക്കണേ. അന്ധനായ ഞാൻ ഈ എയറോപ്ലെയിൻ ഓടിക്കുകയാണ്. ഞാൻ അങ്ങയുടെ കയ്യിൽ പിടിക്കുന്നു. നീ എൻ്റെ അടുക്കലിരുന്ന് എന്നെ ഗൈഡ് ചെയ്യണേ. ഞാൻ സത്യസന്ധമായിട്ട് നിങ്ങളോട് പറയട്ടെ, അവൻ എന്നെ വഴി നടത്തുന്നു. അവനത് വിശ്വസ്തയോടെ ചെയ്യുന്നു. ചിലപ്പോൾ എനിക്ക്
അവൻ്റെ വഴി നഷ്ടപ്പെടുന്നു. ചില സമയത്ത് അവൻ്റെ ശബ്ദം എനിക്ക് വ്യക്തമായിട്ട് കേൾക്കാൻ കഴിയില്ല, എങ്കിലും അവൻ എന്നെ വഴി നടത്തുന്നു. പ്രിയ കൂട്ടുകാരെ, നിങ്ങളും ഈ ഒരു സ്വഭാവം നിങ്ങളുടെ ജീവിതത്തിൽ വളർത്തണം. എല്ലാ സാഹചര്യത്തിലും നിങ്ങൾ അവനെ അനുസരിക്കാനുള്ള തെരഞ്ഞെടുപ്പ് എടുക്കുക. നിങ്ങളുടെ വിമാനവും സുരക്ഷിതമായി ഇറങ്ങുവാൻ ദൈവം നിങ്ങളെ സഹായിക്കും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞാൻ ഈ വിദ്യാർത്ഥികൾക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇവരിലൂടെ അങ്ങേക്ക് ചെയ്യാൻ കഴിയുന്ന വലിയ കാര്യങ്ങൾക്കാണ് ഞാൻ നന്ദി പറയുന്നത്. നിന്റെ രാജ്യത്തിന് വേണ്ടി അത്ഭുതകരമായ കാര്യങ്ങൾ ചെയ്യാൻ ഇവർ കഴിയുമല്ലോ. അവരുടെ ചെറിയ പ്രായത്തിൽ തന്നെ അനുസരണം പഠിക്കാനായിട്ട് അവരെ സഹായിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ അങ്ങയോടുള്ള സ്നേഹം വെളിപ്പെടുത്താൻ അവരെ സഹായിക്കണേ. കർത്താവെ, അവരങ്ങേ അനുസരിക്കുമ്പം അവരിലൂടെ വൻ കാര്യങ്ങൾ നീ ചെയ്യാൻ പോകുന്നതിനായിട്ട് ഞാൻ നിന്നെ സ്തുതിക്കുന്നു. അവർ കടന്നു പോകുന്ന എല്ലാ കാര്യങ്ങളിലും അവിടുന്ന് അവരെ സഹായിക്കണേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.